അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്നു നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുക എന്നത് മനുഷ്യരിൽ ഏത് വിഭാഗത്തെയാണ് ആദ്യമായി പരിഗണിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഹംസ റളിയല്ലാഹു തആല അൻഹു ദീനുൽ ഇസ്ലാമിലേക്ക് വന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, നമുക്ക് ആ ചരിത്രം അറിയാം. പക്ഷെ നാം അതിൽ നിന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കിയെടുക്കേണ്ട വിഷയം, ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് ഏതു മതത്തിൽ നിന്നാണ്? ഷിയാക്കൾ സാധാരണ ഖുറൈശികളെ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് തുല്യമായി പരിചയപ്പെടുത്താറുണ്ട്. അത് കള്ളമാണ്. വല്ലാഹി ഖുറൈശികൾ ഇന്ത്യയിലെ ഹിന്ദുക്കളെ പോലെയുള്ള കാഫിര്യങ്ങളല്ല, ഇന്ത്യയിലെ പാരമ്പര്യ മുസ്ലിമീങ്ങളെ പോലെയുള്ള പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. അബൂജഹലടക്കം. നിഷേധിക്കാൻ ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ? ചരിത്രപരമായി ഇന്ത്യ രാജ്യത്തെ ഹിന്ദു സമൂഹം വിശ്വസിക്കുന്ന രീതിയിലുള്ള വിശ്വാസം അവർക്കുണ്ടോ? അവർക്ക് ഇന്ത്യ രാജ്യത്തിലെ മതം പരിചയമുണ്ടോ? ആര്യമതമോ ദ്രാവിഡ മതമോ ഖുറൈശി കൂട്ടത്തിന് പരിചയമുണ്ടോ? ഖുറൈശി കൂട്ടത്തിന് പരിചയമുള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തും ശരീഅത്തുമല്ലേ? ഇബ്രാഹിമി മില്ലത്തും ഇബ്രാഹിമി ശരീഅത്തിനെയും എങ്ങനെയാണ് ഹിന്ദു മതത്തോട് താരതമ്യപ്പെടുത്തുക? അത് കള്ളമാണ്. അത് ജാറത്തെ സ്ഥാപിക്കാൻ വേണ്ടി സാധാരണക്കാരനെ പറ്റിക്കാൻ ഇവിടുത്തെ ഷീഈ മൊല്ലന്മാരുണ്ടാക്കിയ കള്ളമാണ്. കാരണം ഖുറൈശികൾ പാരമ്പര്യ മുസ്ലിമീങ്ങളാണെന്ന് സമ്മതിച്ചു കൊടുക്കുമ്പോൾ ഇവർ ആ പാരമ്പര്യക്കാരാണെന്നും ഇവർ ഇസ്ലാമിലേക്ക് വരണം അഥവാ സലഫിയത്തിലേക്ക് വരണം എന്ന വാദം, എന്ന ദഅവ യാഥാർത്ഥ്യമാവും. അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഇന്നലും തുടങ്ങിയതാരും വിചാരിച്ചു പോകരുത്. ഒരു 100 കൊല്ലത്തിന് ഇപ്പുറത്ത് കേരളത്തിൽ സംഘടനകൾ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാരും കരുതി പോകരുത്. 1400 ചില്ലാനം കൊല്ലം പഴക്കമുണ്ട് ഈ രണ്ട് മതത്തിന്. ഒന്ന് സലഫിയത്ത് മതം, മറ്റേത് ഷീഇയ്യത്ത് മതം. അത് ഇന്നലെയും തുടങ്ങിയതല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 കൊല്ലക്കാലം കൊണ്ട് സ്ഥാപിച്ചെടുത്തത് ഇസ്ലാം മതമാണോ, ഒരു പുതിയ മതമാണോ, അതോ പഴയ മതത്തിന്റെ പുനഃസ്ഥാപനമാണോ? എന്താണ് നാം വിശ്വസിക്കേണ്ടത്? ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്ന എന്താ? ഇവിടുത്തെ കാഫിര്യങ്ങളും മുശ്രിക്കുകളും പറയും പുതിയ മതം കൊണ്ടുവന്നതാണെന്ന്. ക്രിസ്ത്യാനികളും പറയും പുതിയ മതവുമായിട്ട് വന്നതാണ് മുഹമ്മദ് നബി. ജൂതന്മാരും പറയും പുതിയ മതവുമായിട്ട് കൊണ്ടുവന്നതാണെന്ന്. ഇവിടുത്തെ ഹിന്ദുക്കളും പറയും പുതിയ മതവുമായിട്ട് വന്നതാണെന്ന്. നമ്മളെങ്ങനെയാണ് പുതിയ മതവുമായിട്ടാണ് മുഹമ്മദ് നബി വന്നതെന്ന് പറയുന്നത്? കുഫ്റല്ലേ ആ വാക്ക്? ഖുർആന്റെ നസ്സിനെതിരല്ലേ ആ വാക്ക്? എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തെ സംബന്ധിച്ച് നമുക്ക് ഉലമാക്കൾ പരിചയപ്പെടുത്തി തന്നത്? ലിയുജദ്ദിദ ദീന അബീഹിം ഇബ്രാഹിം അല്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ ബൈഅത്തിനെ സംബന്ധിച്ച്, റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തിനെ സംബന്ധിച്ച് എന്താണ് നമുക്ക് മനസ്സിലാക്കി തന്നത്? ലിയുജദ്ദിദ, പുതുക്കിയെടുക്കാൻ വേണ്ടി, ദീന അബീഹിം ഇബ്രാഹിം, അവരുടെ ഉപ്പുപ്പയായ ഇബ്രാഹിമിന്റെ ദീനിനെ പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബിന്റെ റിസാലത്തുണ്ടായത് എന്നല്ലേ നമുക്കും വിശ്വസിക്കാൻ പറ്റുള്ളൂ. മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഇസ്ലാമിന്റെ സ്ഥാപകനല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പുനരുദ്ധാരകൻ മാത്രമാണ്. തജ്ദീദ് മാത്രമാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഉത്തരവാദിത്തം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏതാണ്ട് ഒരു 7500 കൊല്ലം, അതായത് അഷ്റഫുൽ ഖൽക്കിന്റെ ഒരു 7500 കൊല്ലം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി വെച്ച ദൗത്യം, ആ ദൗത്യത്തിന്റെ പൂർത്തീകരണമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചത്. ആ സന്ദർഭത്തിൽ ഖുറൈശികൾ ഏതു മതത്തിലായിരുന്നു? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തും റിസാലത്തും അനുസരിച്ചുള്ള ഇസ്ലാമിന്റെ മതത്തിലായിരുന്നു. പിന്നെ എന്താണ് അവർക്ക് പറ്റിയ കുഴപ്പം? ദീനുൽ ഇസ്ലാമിലെ അതിലെ പുരോഹിതന്മാര് പലതും മാറ്റിമറിച്ച് ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്ത ശിർക്കിനെയും ബിദ്അത്തിനെയും കൊണ്ടുവന്നു. അത് അംഗീകരിച്ചതിനെ തിരുത്താനാണ് വന്നത്. ഏതുപോലെ ഇവിടുത്തെ ഷീഈ മൊല്ലമാര് മുഹമ്മദി റിസാലത്തിലെയും മുഹമ്മദി ബിഅത്തിലെയും ശരീഅത്തിലെയും വ്യവസ്ഥിതികളെ മൗലാനമാരും ശൈഖുനമാരും മാറ്റിമറിച്ചതിനെ തിരുത്താൻ വേണ്ടിയിട്ട് ദായികൾ വന്നതുപോലെ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വന്നതുപോലെ, ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് വന്നതുപോലെ, ശൈഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിമുൽ ജൗസി വന്നതുപോലെ, ഈ രീതിയിൽ ഇന്ന് നിലവിലുള്ള ഖുർആനും സുന്നത്തും അനുസരിച്ച് തൗഹീദിലേക്കും സുന്നത്തിലേക്കും ദഅവത്ത് ചെയ്യുന്ന സമൂഹം വന്നതുപോലെ
അന്ന് അല്ലാഹു തആല നബിയെയാണ് നിയോഗിക്കാറ്, ഇന്ന് മുഹമ്മദ് നബിന്റെ ഉമ്മത്തിലെ ദായികളെയാണ് നിയോഗിക്കാറ്. കാരണം ഇനി നുബുവത്തിനും റിസാലത്തിനും പ്രസക്തിയില്ല. മുഹമ്മദ് മുസ്തഫ തങ്ങളെ നുബുവത്തും റിസാലത്തും അന്തിമമാണ്. പിന്നെന്താണ് അവിടെ പ്രസക്തി? ദഅവത്തില്ലാതായോ അതോടുകൂടി? ഇല്ല. മുഹമ്മദ് നബിന്റെ ഉമ്മത്തിൽ ദഅവത്തിന്റെ ഉത്തരവാദിത്തം അല്ലാഹു തആല നൽകിയത് പൂർവികന്മാരായ അമ്പിയാക്കൾക്ക് തുല്യമാണ്. ഈ മുഹമ്മദ് ഈ ഉമ്മത്തിലെ ദായികൾ എന്ന അർത്ഥത്തിലാണ്. പൂർവികന്മാര് നബിമാരയക്കും പോലെ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? എത്ര നബിമാരാകെ? 1,24,000. 2,24,000 അഭിപ്രായമുണ്ട്. അതിൽ മുർസലീങ്ങളോ വെറും 313 പേര് മാത്രമാണ് മുർസലീങ്ങൾ. ഏതാണ്ട് 7,500 കൊല്ലത്തിനുള്ളിലാണ് 1,24,000 നബിമാര് വരുന്നത്. ആ 7,500 കൊല്ലത്തിനുള്ളിലാണ് 313 മുർസലീങ്ങളും വരുന്നത്. ഈ 1,24,000 നബിമാര് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് തർബിയത്ത് കൊടുക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിക്കുന്ന ഗുരുനാഥന്മാരാണ്. അതാണ് മുഹമ്മദ് നബിന്റെ ഉമ്മത്തിലെ ഉലമാക്കളുടെ ജോലി. മുഹമ്മദ് നബിന്റെ ഉമ്മത്തിലെ ഉലമാക്കളുടെ ജോലി പൂർവിക സമൂഹത്തിലെ നബിമാരുടെ ജോലിയാണ്. പിന്നെ റസൂൽ എന്ന് പറഞ്ഞാൽ എന്താ? നബിമാരിൽ നിന്ന് പ്രത്യേക പദവി നൽകി ഡബിൾ ഡ്യൂട്ടി കൊടുത്തുകൊണ്ടാണ് റസൂലുകളെ നിയോഗിക്കുന്നത്. ആ റസൂലുകൾ ഒന്നാമത്തെ ആള് നൂഹ് നബിയാണ്. നൂഹ് നബി ഒന്നാമതായി നബിയാണ്, രണ്ടാമതായി റസൂലും ആണ്. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1,24,000 നബിയാണ്, 313 റസൂലും ആണ്. അപ്പൊ നബിമാരുടെ ജോലി എന്താ? ആ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാത് കാലഘട്ടത്തിലെ പ്രവാചകന്റെ റിസാലത്തിനും ഷഹാദത്ത് കൊടുത്തവരുടെ ഷഹാദത്ത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള തർബിയത്തും തസ്കിയത്തും നൽകുക എന്നതാണ് നബിമാരുടെ ജോലി. നബിമാരുടെ ജോലി അവസാനിച്ച ആ തലമുറ കഴിയുമ്പോൾ പിന്നെ വരുന്ന മുസ്ലിമീങ്ങളിൽ നിന്ന് ചിലർ വരികയും അവർ അള്ളാഹുവിലേക്ക് അടുക്കാൻ മരിച്ചുപോയ മഹാന്മാരെ അവരോധിച്ച് ജാറങ്ങൾ ഉണ്ടാക്കുകയും ആ ജാറങ്ങൾ വഴി ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ബാത്തിലാക്കുകയും ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ അതാത് കാലഘട്ടത്തിൽ വരുന്ന മുർസലീങ്ങളുടെ റിസാലത്തിനെ ദുർബലപ്പെടുത്തി തരീഖത്തിന്റെ ആൾക്കാരെ പോലെ ബിദ്അത്തിന്റെ അഹ്ലുകാര് മൗലാന ശൈഖുന അഡ്രസ്സിൽ വരികയും അവർ മുഹമ്മദി റിസാലത്തനുസരിച്ചുള്ള ശരീഅത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുകയും ചെയ്യുമ്പോൾ അവരെ വീണ്ടും ഇസ്ലാമിന്റെ ഒറിജിനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിക്കുന്നവരാണ് റസൂലുകൾ. അതിൽ ഒന്നാമത്തെ റസൂലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിൽ 313ാമത്തെയും അവസാനത്തെയും റസൂലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഡ്യൂട്ടി എന്താണോ അത് തന്നെയാണ് മുഹമ്മദ് നബിന്റെയും ഡ്യൂട്ടി. നൂഹ് നബിന്റെ ഡ്യൂട്ടി എന്താണ്? ആദമി ശരീഅത്തനുസരിച്ച്, അതേപോലെ തന്നെ ശീസി ശരീഅത്തനുസരിച്ച്, അതേപോലെ ഇദ്രീസി ശരീഅത്തനുസരിച്ച്. നൂഹ് നബിന്റെ മുമ്പുള്ള 3 നബിമാരാണ് അവർ: ആദം, ശീസ്, ഇദ്രീസ്. ഈ 3 നബിമാരുടെയും കാലഘട്ടത്തിൽ നിലവിൽ വന്ന ഒറിജിനൽ ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദം നബിയുല്ലാഹ്. ആദം റസൂലല്ല, ദഅവത്തിന്റെ ആവശ്യമില്ല, അവരാരും ജാറത്തിലെത്തിയില്ല. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് ആ തലമുറയെ പറ്റി പറഞ്ഞത് ആദമിന്റെ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 10 തലമുറ അവർ പ്യൂർ മുവഹിദീങ്ങളാണ്. ആ 10 തലമുറ ജാറത്തിലെത്തിയിട്ടില്ല. ജാറത്തിൽ മറിഞ്ഞു കിടക്കുന്ന മഹാന്മാരെ ഇടക്ക് ഷഫാഅത്തിനോ അല്ലെങ്കിൽ ജാഹു ബർക്കത്തിനോ തവസ്സുൽ ഇസ്തിഗാസക്കോ അവർ കൂട്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ വന്നത് നബി മാത്രമായി. ശീസ് നബി റസൂലായില്ല, കാരണം ഒരു ജാറത്തിലെത്തിയിട്ടില്ല. ശീസ് നബി മരിച്ചതിന് ശേഷം പിന്നെ ഇദ്രീസ് നബി വന്നു, അദ്ദേഹവും നബി മാത്രമാണ്, റസൂലല്ല. എന്തുകൊണ്ട്? ആ സമൂഹവും ജാറത്തിലെത്തിയിട്ടില്ല. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത് 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്. 11ാമത്തെ തലമുറയിൽ ശൈത്താൻ പ്രവേശിക്കുകയും ബഹുമാനപ്പെട്ട നബിമാരുടെ ഖബറ് കാണിച്ചു കൊടുത്ത് ഈ ഖബറിൽ കിടക്കുന്ന മഹാന്മാരെ വിട്ടുകളിച്ചാൽ നിങ്ങളെ കാര്യം പോക്കാണെന്ന് ഉപദേശിച്ചു. അവരാരും ആ ഖബറിൽ എത്തിയില്ല. പിന്നെ വന്നത് 12ാമത്തെ തലമുറയില് വദ്, സുവാഅ്, യഊഖ്, യഗൂസ്, നസ്ർ എന്ന് പറയപ്പെടുന്ന 5 പണ്ഡിതന്മാര്. അവർ ഇദ്രീസ് നബിന്റെ ശിഷ്യന്മാരാണ്. അവർ ഇസ്ലാമിലെ ഉലമാക്കളും ഷെയ്ഖുകളും ആണ്. അവർ ഔലിയാക്കളും ആണ്. ആ രീതിയിൽ ജീവിച്ച് മരിച്ചുപോയ ആ 5 ഖബറുകളെ വെച്ചുകൊണ്ട് 12ാമത്തെ തലമുറയെ ശൈത്താൻ ഇലാഹദ്റത്തിലേക്ക് കൊണ്ടുവന്നു, ജാറത്തിലേക്ക് കൊണ്ടുവന്നു. ഈ 5 ഔലിയാക്കളാണ് ശിർക്കിന്റെ അടിസ്ഥാനപരമായി ലോകത്ത് തുടങ്ങിയ ആദ്യത്തെ ശിർക്കി കേന്ദ്രം. എന്നല്ലാതെ ഇവിടുത്തെ അമ്പലങ്ങളോ ഇവിടുത്തെ ചർച്ചകളോ ഇവിടുത്തെ മറ്റേതെങ്കിലും തരത്തിലുള്ള കേന്ദ്രങ്ങളൊന്നുമല്ല ശിർക്കിന്റെ ഉദ്ഘാടനം. അല്ലാഹു തആല ലോകത്ത് ശിർക്ക് ഉണ്ടാക്കുന്നത് 5 ഔലിയാക്കളുടെ ജാറങ്ങൾ വെച്ചുകൊണ്ടാണ്.
ആ 5 ഔലിയാക്കൾ വദ്, സുവാ, യഊഖ്, യഊസ്, നസ്ർ മുതലായ പണ്ഡിതന്മാരാണ്. ഇത് ശരിക്കും സൂറത്തു നൂഹിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ കൂട്ടരെ. എന്നിട്ടും എന്തേ സംശയം തീരാത്തത്? എന്നിട്ടും ഖുത്ബ തീർന്ന് മുറ്റത്തിറങ്ങുമ്പോൾ പിന്നെയും സംശയം ബാക്കിയാവുന്നത് രോഗമുണ്ട്. എന്തോ ഒരു രോഗമുണ്ട് ഹൃദയത്തിന്. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ വലഹും അദാബുൻ അദീം. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഹൃദയത്തിൽ എന്തോ രോഗമുണ്ട്. ആ രോഗത്തെ അല്ലാഹ് വർദ്ധിപ്പിക്കുകയാണ്. അവർക്ക് കടുത്ത ശിക്ഷയുമുണ്ട്. അവർക്ക് പറഞ്ഞാൽ കാര്യം മനസ്സിലാവില്ല. കാരണം ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, അവരെ കൽബിനെ അല്ലാഹു തആല പൂട്ടിക്കഴിഞ്ഞു. വഅലാ സംഇഹിം, അവരെ കാതുകളെയും അല്ലാഹ് പൂട്ടിക്കഴിഞ്ഞു. വഅലാ അബ്സാരിഹിം ഗിശാവ, അവരെ കണ്ണുകൾക്ക് മൂടിയിട്ട് കളഞ്ഞു. തീർച്ചയായിട്ടും ഒരിക്കലും കാണാനോ കേൾക്കാനോ ചിന്തിക്കാനോ കഴിയില്ല. തീർച്ചയായിട്ടും അവരാരാൻ? ഈ ഭൂമിയിലെ ഏറ്റവും നശിച്ച വർഗമാണ്. അതുകൊണ്ടാണ് പറഞ്ഞാൽ മനസ്സിലാകാത്തത്. നമ്മളിവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിപ്രായമോ സംഘടനന്റെ അഭിപ്രായമോ സംഘടനന്റെ പ്രമേയമോ അല്ല ചർച്ച ചെയ്യുന്നത്. പ്യൂർ ഖുർആനും സുന്നത്തും താരീഖും. അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ സംഘടനാപരമായ രോഗമോ അല്ലെങ്കിൽ പ്രാസ്ഥാനിക രോഗമോ അല്ലെങ്കിൽ സയൻസ് പരമായ രോഗമോ അല്ലെങ്കിൽ അതുപോലത്തെ വേറെ എന്തെങ്കിലും മാനസിക രോഗം പിടിപെട്ടിട്ടുണ്ടാവും. അത് നമ്മൾ ഉത്തരവാദിയല്ല. നമ്മൾ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അതിനെതിരായിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നതിന് തെളിവുണ്ടെങ്കിൽ ഖുർആനും സുന്നത്തും ഹാജരാക്ക്, ചരിത്രരേഖകളും ഹാജരാക്ക്. ഇവിടെ 12ാമത്തെ തലമുറ ശിർക്കിലെത്തി എന്ന് പറയുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതു ആണ്. എങ്ങനെയാണ് അവർ ശിർക്കിലെത്തിയത്? അവർ പുതിയ മതം സ്വീകരിച്ചോ? അന്ന് പുതിയ മതങ്ങളില്ല. ഈ പറയപ്പെടുന്ന ഹിന്ദു മതമോ ജൂതമതമോ ക്രിസ്തു മതമോ മജൂസി മതമോ കമ്മ്യൂണിസ്റ്റ് മതമോ ഇങ്ങനത്തെ ഒരു മതവും അന്നില്ല. പിന്നെ എന്താണ് അവർക്ക് സംഭവിച്ചത്? അത് അല്ലാഹു തആല തന്നെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അവർ അന്ന് മരിച്ചുപോയ 5 മഹാന്മാരുടെ ഖബറുങ്കൽ ചെന്ന് അവരെ ബറക്കത്ത് കൊണ്ടും അവരെ ശഫാഅത്ത് കൊണ്ടും അവരുടെ ജാഹ് കൊണ്ടും തവസ്സുൽ ഇസ്തിഗാസ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ശിർക്കിലെത്തി എന്ന് അല്ലാഹു തആല പറഞ്ഞു. അവരെയാണ് അല്ലാഹ് കാഫിർ എന്ന് വിളിച്ചത്. എന്നല്ലാതെ അമ്പലം ഉണ്ടാക്കിയത് കൊണ്ടോ ചർച്ച ഉണ്ടാക്കിയത് കൊണ്ടോ വേറെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയത് കൊണ്ടോ ഒന്നല്ല അല്ലാഹ് അവരെ കാഫിർ എന്ന് വിളിച്ചത്. അവർ 5 നേരം നിസ്കരിക്കുന്നവരെയാണ്, അവരെയാണ് അല്ലാഹ് ഗാഫർ എന്ന് വിളിച്ചത്. നോമ്പ് നോക്കുന്നവരെയാണ്, അവരെയാണ് അല്ലാഹ് ഗാഫർ എന്ന് വിളിച്ചത്. പള്ളിയിൽ കഴിഞ്ഞുകൂടുന്നവരാണ്, പള്ളിയിലെ ഖത്തീബുമാരാണ്, പള്ളിയിലെ മുദരിസുമാരാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലമായപ്പോഴേക്കും ഇറാഖ് ഇസ്ലാമിന്റെ കേന്ദ്രമായില്ലേ കൂട്ടരെ? ആ ഇസ്ലാമിന്റെ കേന്ദ്രത്തിലേക്കാണ് നൂഹ് നബി റസൂലായിട്ട് വരുന്നത്. നിങ്ങൾ എന്താ കാര്യം മനസ്സിലാക്കാത്തത്? ഇവിടുത്തെ ഷിയാക്കൾ പറയും പോലെ മക്കയിലെ ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദിവാസികളെ പോലെ ചുക്കും തിരിയാത്ത മരമണ്ടന്മാരാണ്. അവർക്ക് അല്ലാഹ് ഉണ്ട് എന്ന് പറയാനാ മുഹമ്മദ് നബി വന്നത് എന്ന കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് ജാറത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കള്ളത്തരമാണ്. ഭൂലോകത്ത് നല്ല ബുദ്ധിയുള്ളവരും ചിന്തയുള്ളവരുമാണ് ഖുറൈശികൾ. ഹബീബ് മുസ്തഫ തങ്ങളുടെ കുടുംബ തറവാടല്ലേ ഖുറൈശി തറവാട്? ഇബ്രാഹിം നബിന്റെ മക്കളല്ലേ അവർ? ഇസ്മായിൽ നബിന്റെ കുടുംബത്തിലല്ലേ നമ്മൾ ഖുറൈശികൾ എന്ന് പറയുന്നത്? അവർ പൊട്ടന്മാരാന്ന് പറഞ്ഞാൽ പൊട്ടൻ കുടുംബത്തിലാണ് വിധങ്ങൾ ജനിച്ചത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരൂല്ലേ? അതോ മുഹമ്മദ് നബി ആകാശത്ത് ഇറങ്ങി വന്നതാണ്? ഖുറൈശി തറവാട്ടിൽ ജനിച്ചതല്ലേ? അബ്ദു മനാഫിന്റെ കുടുംബത്തിൽ ബനു ഹാഷിമിൽപ്പെട്ട ആളല്ലേ മുഹമ്മദ് മുസ്തഫ തങ്ങള്? ആ തറവാട്ടിനെ മോശമായി കാണാൻ പറ്റുമോ നമുക്ക്? അത് അഷ്റഫുൽ ഖൽഖിനെ മോശമായി കാണുന്നത് തുല്യമല്ലേ? നമ്മൾ ഒരാളെ തറവാട്ടിനെ കുറ്റം പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അയാളെ നമ്മൾ മോശമായി കാണുന്നല്ലേ? എനിക്ക് അറിയാടാ നിന്റെ കുടുംബത്തെ നമ്മൾ സാധാരണ പറയില്ല മലയാളികള്. എന്നതിന്റെ അർത്ഥം എന്താ? അത്രക്കേ നീ ഉള്ളൂ എന്നല്ലേ ഇതിന്റെ അർത്ഥം? ഇപ്പൊ ഖുറൈശികളെന്നാ മോശമായിട്ട് കണ്ടാൽ അതിന്റെ പേര് പോകുന്നത് ആരിലേക്കാണ്? മുഹമ്മദ് മുസ്തഫ ഇല്ല, ഒരിക്കലുമില്ല. ആ കാലഘട്ടത്തിൽ ഭൂലോകത്ത് ഏറ്റവും വലിയ തറവാട്ടുകാരും അന്തസ്സുള്ളവരുമാണ് ഖുറൈശികൾ. എന്നിട്ടും അവര് അല്ലാഹു കാഫിർ എന്ന് വിളിച്ചു, മുശ്രിക് എന്ന് വിളിച്ചു. എന്താണ് കാര്യം? അതാണ് നാം തിരിച്ചറിയേണ്ടത്. അവരെ തറവാടിത്ത മഹിമോ കുടുംബ മഹിമയോ ഒന്നല്ല. അവരെ എന്തിനാണ് അല്ലാഹ് കാഫിർ എന്ന് വിളിച്ചത്? അബൂജഹലിനെ എന്തിനാണ് അല്ലാഹ് മുശ്രിക് എന്ന് വിളിച്ചത്? അവര് കാഫിര്യങ്ങളും മുശ്രിക്കീങ്ങളുമാണ്. അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു. ബദർ യുദ്ധമുണ്ടായി, ഉഹദ് യുദ്ധമുണ്ടായി. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവരിവിടുത്തെ ഹിന്ദു മതക്കാരെ പോലത്തെ മതക്കാരായതുകൊണ്ട് മതങ്ങൾ തമ്മിലുള്ള യുദ്ധമാണോ നടന്നത്? കള്ളമല്ലേ അത്? ഖുർആനെ നിഷേധിക്കലല്ലേ അത്? ബദർ മതങ്ങൾ തമ്മിലുള്ള യുദ്ധമാണോ ബദറിൽ നടന്നത്? ആണോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ എന്നൊരു പാർട്ടി വേറെ, ലാ ഇലാഹ ഇല്ലല്ലാഹു വമഅഹു ആലിഹ. ഒരു ഭാഗത്ത് അല്ലാഹ് മാത്രം, വേറെ ആരുമില്ല. വേറൊരു ഭാഗത്ത്, മറ്റേ ഭാഗത്തുള്ളത് അള്ളാഹിനോടൊപ്പം മറ്റു പലരുമുണ്ട്. ഈ 2 ആദർശങ്ങൾ തമ്മിലല്ലേ കൂട്ടരെ ബദറിൽ നടന്ന യുദ്ധം? മതങ്ങൾ തമ്മിലാണോ ബദറിൽ നടന്ന യുദ്ധം നടന്നത്? 2 ആദർശങ്ങൾ തമ്മിലല്ലേ ബദറിൽ നടന്നത്? അതാ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഇരിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ റസൂലാക്കി അയക്കുന്നത് പാരമ്പര്യ മുസ്ലിമീങ്ങളിലേക്കാണ്. ഇതാര് പറഞ്ഞതാ?
അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നതാണ്. അതേപോലെ നൂഹ് നബിയെ അവരെ ഖൗമിലേക്ക് അല്ലാഹു റസൂലാക്കി അയച്ചു എന്നും പറഞ്ഞിട്ട് ഖൗമിനെ വിശദീകരിക്കുന്നത് എന്തിനായിരുന്നു നൂഹിനെ റസൂലാക്കി അയച്ചത്? നിങ്ങളെ ഖൗമിന് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം, അതിനു വേണ്ടിയാണ്. എന്തിൽ നിന്ന്? മിൻ അദാബിൻ അലീം, മിൻ ഖബലി അൻ യഅതിയഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ വരുന്നതിന് മുമ്പ് തെറ്റ് തിരുത്താൻ മുന്നറിയിപ്പ് കൊടുക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നൂഹ് നബിയുടെ ഖൗമ് അന്ന് തിരുത്താൻ ചെയ്ത തെറ്റെന്താണ്? എന്താണ് ആ ഖൗമ് ചെയ്ത തെറ്റ്? ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം അതാണ്. ആ ഖൗമ് ചെയ്ത തെറ്റെന്താണ്? അവര് ഫവാഹിഷുകൾ, സിന, റിബ മുതലായ തെറ്റുകൾ ചെയ്തതാണോ തിരുത്താൻ പറഞ്ഞത്? ചരിത്രത്തിൽ നൂഹ് നബിയുടെ ഖൗമ് അങ്ങനെയായിരുന്നു എന്നതിന് വല്ല തെളിവുണ്ടോ? ലൂത്ത് നബിന്റെ ഖൗമിനെ പറ്റി തെളിവുണ്ട്, ഇബ്രാഹിം നബിന്റെ ഖൗമിന്റെ കാര്യത്തിൽ തെളിവുണ്ട്, മൂസ നബിന്റെ ഖൗമിന്റെ കാര്യത്തിൽ തെളിവുണ്ട്, ഈസ നബിന്റെ ഖൗമിന്റെ കാര്യത്തിൽ തെളിവുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ബടക്കത്തരം ചെയ്തവരാണ് അവർ എന്നതിന് തെളിവുണ്ടോ? അവരാകെ ചെയ്ത തെറ്റെന്താണ്? ആകെ ചെയ്ത ബടക്കത്തരം എന്താണ്? അവർ 5 മഹാന്മാരെ അള്ളാന്റെ അടയാളുകളാണ് എന്ന് വിശ്വസിച്ചു. ഇന്നത്തെ ഷിയാക്കൾ നമ്മുടെ നാട്ടിൽ നാടൻ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് പോലെ. എന്നിട്ടും അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകാൻ നൂഹ് നബിനെ അയച്ചിട്ടും നൂഹ് നബി എന്താണ് അവരോട് പറഞ്ഞത്? അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിന് മുമ്പ് നിങ്ങൾ തെറ്റ് തിരുത്തണം, അഥവാ ജാറത്തിപ്പോക്ക് നിർത്തണം, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അല്ലെങ്കിൽ അല്ല എന്ന് പറ. വെറുതെ കൊഞ്ഞനും കുത്തിയിട്ട് കാര്യമില്ല, വ്യക്തിപരമായി ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല. എങ്ങനെയുണ്ടല്ലോ അരിശം തീർക്കാൻ വേണ്ടിയിട്ട് മറ്റു കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞ മാതിരി എന്തും ചെയ്യാന്നുള്ള രീതി, അത് ഒക്കെ ഒരുതരം താഴ്ന്ന കടയിലുള്ളവരുടെ രീതികളാണ്. അതിനൊന്നും മറുപടി പറയാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടതല്ല. നാം ചോദിക്കുന്നത്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാം ദീനിന്റെ നവോത്ഥാനം ആരംഭിക്കുന്നത്. മുഹമ്മദ് നബിന്റെ കാലത്തോടു കൂടിയാണ് അത് അവസാനിക്കുന്നത്. ഒന്നാമത്തെ റസൂല് നൂഹ് നബിയാണ്, അവസാനത്തെ റസൂല് മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. ഒന്നാമത്തെ റസൂല് ചെയ്ത ജോലി തന്നെയാണ് അവസാനത്തെ റസൂലും ചെയ്തത്. ഒന്നാമത്തെ റസൂല് ചെയ്തത് എന്താ? അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരായിരുന്നു അവർ, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നവരായിരുന്നു അവർ, അള്ളാഹ്ക്ക് വേണ്ടി നോമ്പുകയും സദഖ ചെയ്യുകയും ചെയ്യുന്നവർ, അള്ളാഹ്ക്ക് വേണ്ടി പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുന്നവർ, പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവർ, പള്ളിയിലെ മുദരിസായിട്ട് ജോലി ചെയ്യുന്നവർ, പള്ളിയിലെ ഉസ്താദായിട്ട് ജോലി ചെയ്യുന്നവർ, വലിയ വലിയ ശൈഖുനമാരും മൗലാനമാരും, അവരെയാണ് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി ആരോട് അല്ലാഹു തആല പറയുന്നത്? നൂഹ് നബിയോട് പറയുന്നത്. മൗലാനമാരോട് എന്തിനാ നമ്മൾ ചോദിക്കുന്നു? അവരൊക്കെ മൗലാനമാരല്ലേ, അവരൊക്കെ ശൈഖുനമാരല്ലേ, അവരൊക്കെ 10-15 കൊല്ലം കിതാബ് ഓതിയവരല്ലേ, അവരൊക്കെ 25 കൊല്ലം മുദരിസായിട്ട് മഹല്ലത്തിൽ ജോലി ചെയ്തവരല്ലേ, അവർ 40 കൊല്ലമായിട്ട് ഇപ്പൊ നമ്മളെ കാളിയല്ലേ, അവരെയാണോ മുന്നറിയിപ്പ് ചെയ്യേണ്ടത്? ഇതേ ചോദ്യം നിങ്ങൾ നൂഹ് നബിയോട് ചോദിക്ക്. ഇതേ ചോദ്യം നമ്മളോട് ചോദിക്കും പോലെ നമ്മുടെ നൂഹ് നബിയോട് ചോദിക്കും. നൂഹ് നബി ആരെയാണ് മുന്നറിയിപ്പ് കൊടുക്കാൻ പോകുന്നത്? ആദം നബിന്റെ ശരീഅത്ത് അംഗീകരിച്ച് ജീവിച്ചവർ, ശീസ നബിന്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിച്ചവർ, ഇദ്രീസ് നബിന്റെ ഗുരുകുലത്തിൽ നിന്ന് കിതാബ് ഓതി പഠിച്ചവർ, ഇദ്രീസ് നബിന്റെ ശിഷ്യന്മാര്, അവരൊക്കെ കാഫിരിങ്ങളും മുശ്രിക്കുകളാണെന്നോ നൂഹ് പറയുന്നത്? അതെന്നെ അന്നത്തെ മൗലാനമാരും ചോദിച്ചത് നൂഹ് നബിയോട്. ഞങ്ങളൊക്കെ കാഫിർ മുശ്രിക്കുക, അതെന്നെ ഇന്നത്തെ ശൈഖുനമാരും നമ്മളോടും ചോദിക്കുന്നത്. എന്താ വ്യത്യാസം? ഒരു ഭാഗത്ത് നൂഹ് നബി, മറുഭാഗത്ത് പാരമ്പര്യക്കാർ. ഈ കാലഘട്ടത്തിൽ ഒരു ഭാഗത്ത് തൗഹീദിന്റെ ദായികൾ, മറുഭാഗത്ത് ഷിയാക്കൾ. ചരിത്രം ഒരിക്കലും മാറുന്നില്ല. ഈ ചരിത്രത്തിലെ, ഈ യാത്രയിലെ കഥാപാത്രങ്ങൾ രണ്ടാണ്. ആ കഥാപാത്രങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും അതേപോലെ നിലനിൽക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. 100% മുസ്ലിമീങ്ങൾ ഉണ്ടാകുക, മുഅ്മിനീങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതല്ല. അല്ലാഹു തആല ഇതാണ് ആഗ്രഹിക്കുന്നത്. അതേ സന്ദർഭത്തിൽ അള്ളാഹുവിന് കുറച്ച് ആൾക്കാരെ ആവശ്യമുണ്ട്. അവർക്ക് അള്ളാഹു ഹിദായത്തും ഇസ്തിഖാമത്തും നൽകും. എന്നിട്ട് അവരെ മരിക്കുന്നത് വരെ അത് ലൈവാക്കി നിർത്തും. മരിക്കലോടുകൂടി അവരെ അള്ളാഹു കൂട്ടിയിട്ട് കൊണ്ടുപോകും. ആ കൂട്ടത്തിൽ നമ്മൾ പെണ്ണമെന്നാണ് പറയുന്നത്. ഭൂരിപക്ഷത്തിൽ പെടാനല്ല നമ്മൾ പറയുന്നത്. മഹാഭൂരിപക്ഷം നോക്കിയിട്ട് തീരുമാനമെടുക്കാനും അല്ല പറയുന്നത്. ചിലപ്പോൾ മഹാഭൂരിപക്ഷം പോയിട്ട് ഒരാൾ പോലും നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ആളുണ്ടാവില്ല. ആ ഒരാൾ മാത്രമാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ പറ്റിയൊരു ഉമ്മത്ത് എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. ഒറ്റൊരാൾ ഒരു ഉമ്മത്താണ്. മാസം കണ്ട ഒരാളാണ് തീരുമാനിക്കേണ്ടത്. അയാളൊരു ഉമ്മത്താണ്, അയാളെ അന്നാസ്. ബാക്കിയുടെ ചപ്പ് ചവറിനെ നോക്കിയിട്ട് മാസം കാണാനും മറ്റും തീരുമാനമെടുത്ത സംഗതി നടക്കൂല. ബാക്കിയുള്ളത് ചപ്പ് ചവറാണ്. അള്ളാഹ് പറഞ്ഞല്ലേ കൂട്ടരെ, ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും
ഉലൈകഹും ശർറുൽ ബരിയ, ജാറത്തിൽ പോകുന്നവർ ഈ ഭൂമിയിലെ നികൃഷ്ട ജീവികളാ. ഖുർആൻ പറഞ്ഞല്ലേ? അതാ വ്യാഖ്യാനിക്കാൻ എത്ര ബുദ്ധിമുട്ട്. ഒന്നിച്ചിരിക്കുന്നു, ഒന്നിച്ചുറങ്ങുന്നു, ഒന്നിച്ച് കിടക്കുന്നു, ഒന്നിച്ച് പിയാപ്പിളിയും വീറ്റാറുമാകുന്നു, ഒന്നിച്ച് കല്യാണ പന്തലിൽ ജാറായിട്ട് ബിരിയാണി തിന്നുന്നു, ഒന്നിച്ച് എല്ലാ സ്ഥലത്തും ഒരുമിച്ച് കൂടുന്നു. ഞമ്മക്ക് അവരെ പിരിയാനൊരു വിഷമമുണ്ട് ഉസ്താദെ. വിഷമമാണ് നിന്നെ നരകത്തിലേക്ക് അയക്കുന്നത്. അവിടെയാണ് നിന്റെ ഈമാനും ഹിദായത്തും വേർതിരിയേണ്ടത്. നാം പറഞ്ഞിട്ടുണ്ടല്ലോ, ആവശ്യ പൂർത്തീകരണവുമായിട്ടുള്ള സഹകരണം വേറെ, ആദർശ പൂർത്തീകരണവുമായിട്ടുള്ള സഹകരണം വേറെ. ആദർശ പൂർത്തീകരണത്തിന്റെ സഹകരണം യാതൊരു കാരണവശാലും ആദർശത്തിനെതിരാകാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരെങ്കിലും മരിച്ചാൽ എല്ലാവരും അവിടെ എത്തും. സലഫികളും എത്തും, ഖുറാഫികളും എത്തും, ഷിയാക്കളും എത്തും, എല്ലാവരും അവിടെ എത്തും. ഒരാചാരം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ അബൂ താലിബ് മരിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി ഞങ്ങൾ അടുത്തില്ല, തൊട്ട മുമ്പുണ്ടായിരുന്നു, ദഅവത്തിന് വേണ്ടി പോയതാ. മരിച്ചതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു മകനാണ്. ആ മകൻ അഷ്റഫുൽ ഖൽക്കിൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അലി പറയുന്നു, അന്ന അമ്മക്കല്ലാൽ ഖദുമാത്, നിങ്ങളുടെ ആ പിഴച്ച മൂത്താപ്പയില്ലേ, അയാൾ മരിച്ചിരിക്കുകയാണ്. ആരാ പറയുന്നത്? സ്വന്തം മോൻ അലി റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് നിഷേധിക്കാൻ ഒക്കുമോ? എന്ത് തെറ്റാണ് അബൂ താലിബ് ചെയ്തത്? ഞാനിത് പിറകെ വരുന്നുണ്ട് ഏതൊക്കെ ഒരാഴ്ച. അബൂ താലിബ് എന്തുകൊണ്ട് നരകത്തിലേക്ക് പോയി എന്ന് ചർച്ച ചെയ്യണം. ഇവിടെ അല്ലാഹു തആല അന്നു അൽബിത്ത് സ്വന്തം ബാപ്പ മരിച്ചപ്പോൾ ആരാണ് അബൂ താലിബ്? അഷ്റഫുൽ ഖൽക്കിന്റെ. അഷ്റഫുൽ ഖൽക്കുമായിട്ടുള്ള ഭൗതിക ബന്ധത്തിന് വല്ല അതിരുണ്ടോ? അഷ്റഫുൽ ഖൽക്കും അബൂ താലിബും തമ്മിലുള്ള സ്നേഹത്തിന് വല്ല പരിധിയുണ്ടോ? എന്നിട്ടും അഷ്റഫുൽ ഖൽക്ക് അബൂ താലിബിന്റെ മരണവാർത്ത കേൾക്കുന്നത് അലി തവ എൻ്റെ ബാപ്പ മരിച്ചു എന്നല്ല അലി പറഞ്ഞത്. കാരണം അലി ആദർശവാദിയാണ്, അലി മുഹമ്മദ് മുസ്തഫാന്റെ അനുയായിയാണ്. അതുകൊണ്ട് എൻ്റെ ഉപ്പ മരിച്ചു എന്നിട്ട് കണ്ണുരുമ്പാനൊന്നും തയ്യാറായില്ല. നിങ്ങളെ പിഴച്ച മൂത്താപ്പ മരിച്ചു പോയി എന്നാ പറഞ്ഞത് വന്നിട്ട്. അപ്പൊ എന്താ റസൂലുള്ളാഹി നിങ്ങൾ ഞാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കെട്ടുകെട്ടിട്ട് തലി കെട്ടിട്ട് പോയോ? എന്നിട്ട് മയ്യിത്ത് നിസ്കരിച്ചോ? എന്നിട്ട് കുളിപ്പിക്കാൻ കൂട്ടുകൂടിയോ? റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. കാരണം പാരമ്പര്യത്തിന്റെ ശാപത്തിൽ കുടുങ്ങിക്കിടക്കുക ഇവിടുത്തെ സലഫികൾ വരെ. എന്താ റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞത്? അലി കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടാളാ എന്നല്ലേ പറഞ്ഞേ? റസൂലുള്ളാഹി നിങ്ങൾ പോയോ മരിച്ചിടത്തേക്ക്? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ പോയിന്ന്? റസൂലുള്ളാഹി നിങ്ങൾ ആ കബറടക്കത്തിൽ പങ്കെടുത്തോ? റസൂലുള്ളാഹി നിങ്ങൾ ആ മയ്യത്തിന്റെ പരിപാലനത്തിൽ പങ്കെടുത്തോ? എല്ലാം അലി അല്ലാഹു തആല ബാപ്പ എന്നുള്ള നിലക്ക് ചെയ്യുകയല്ലേ ചെയ്തത്? എന്തേ റസൂലുള്ളാഹി നിങ്ങൾ പങ്കെടുത്തില്ല? എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരാൻ. ആദർശ വിരുദ്ധന്റെ മയ്യത്തുമായിട്ടൊരു ബന്ധവും നമുക്കില്ല. എന്നിട്ട് നമ്മൾ ഒരു ഉളുപ്പില്ലാണ്ട് അമ്മേൻ്റെ ആളെന്ന് പറഞ്ഞിട്ട് പോയിട്ട് നിസ്കരിക്കാൻ നിന്നില്ലേ? എന്തേ കാര്യം? എന്താ തെളിവ്? ഏത് ശരിയാ? ഏത് തൗഹീദാ നമ്മുടെ കയ്യിലുള്ളത്? മെമ്പർഷിപ്പ് കൊണ്ട് അങ്ങാണ്ടിരുന്നു, അതാ നല്ലത്. സലഫിയ എന്ന് പറയണ്ട, മുവഹിദ എന്നും പറയണ്ട, മെമ്പർഷിപ്പുള്ള സംഘടനക്കാരാന്ന് മാത്രം പറഞ്ഞാൽ മതി. കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിയേ പറ്റും. അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഫലാ തുതിൽ മുകദ്ദിബീൻ, ഈ കള്ളന്മാരുമായിട്ട് ഒരു സംഭാഷണത്തിൽ നിങ്ങൾ നിൽക്കേണ്ട നബിയെ. വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, വദ്ദു ഈ ഖുറൈശികൾ ആശിക്കുന്നുണ്ട്, ലൗ തുദ്ഹിനു നിങ്ങൾ ഒരു കോംപ്രമൈസിന് തയ്യാറായാൽ ഫയുദ്ഹിനൂൻ, അവരും കോംപ്രമൈസിന് തയ്യാറാണ്, അതിനവർ കാത്തിരിക്കുകയാണ് നബിയെ. ഇല്ല, അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല നബിയെ, നിങ്ങൾക്ക് നിങ്ങളെ വഴി അവർക്ക് വറ വഴിയിൽ. അതല്ലേ അല്ലാഹു തആല സൂറത്തുൽ ഖലമിലൂടെ അറിയിച്ചത്? റസൂലുള്ളാഹി നിങ്ങൾ കൊടുത്ത വാണിംഗ് അതല്ലേ? അഷ്റഫുൽ ഖൽക്ക് കുടുംബക്കാരാന്ന് പറഞ്ഞിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നിന്നേക്കണ്ടെന്ന് വെച്ചിട്ടല്ലേ അല്ലാഹു തആല ഇത്തരത്തിലുള്ള കടുകട്ടിയുള്ള വാണിംഗ് കൊടുത്തത്? അല്ലാഹു തആല നബി തങ്ങൾക്ക് ഇങ്ങനെ എത്ര വാണിംഗുകൾ അഷ്റഫുൽ ഖൽക്കിന് കൊടുത്തിട്ടുണ്ട്, ആദർശപരമായ മാറ്റങ്ങൾ. അതുകൊണ്ട് തന്നെ നാം പറയുന്നു വളരെ കൃത്യവും വ്യക്തവുമായി, ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതേ ദൗത്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായിട്ട് വരുമ്പോൾ പാരമ്പര്യ മുസ്ലിമായിട്ട് എത്ര ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു? ഞാൻ ചോദിക്കട്ടെ, വറഖത്ത് ബിൻ നൗഫൽ, ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പിതൃവ്യപുത്രൻ, പ്യൂർ മുസ്ലിമായിട്ട് ജീവിച്ച ആളായിരുന്നില്ലേ? നബി തങ്ങൾ നബിയായി ജനിക്കുന്നതിന് മുമ്പേ റസൂലുള്ളാഹി തങ്ങൾ നബിയായി വരുന്നപ്പോഴും ഒറിജിനൽ ഹനീഫ് ഹുനഫാക്കളെ കൂട്ടത്തിൽ, അതായത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ കൃത്യമായി ഇബ്രാഹിമി ശരീഅത്തും മില്ലത്തും നിലനിർത്തിയവരുടെ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞ കൂട്ടരവരല്ലേ. മറ്റൊന്ന് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ അംർ ബിൻ നൗഫൽ, ഇദ്ദേഹവും പാരമ്പര്യ മുസ്ലിം ആയിരുന്നില്ലേ?
ജാറം എന്താണെന്ന് തിരിഞ്ഞു കൊടുക്കാത്ത ആളായിരുന്നില്ലേ? അതേപോലെ തന്നെ വലീദ് ബിൻ മുഗീറ, ലബീദ് ബിൻ മുഗീറ, ലബീദ് അന്നത്തെ ഏറ്റവും വലിയ കവി. റസൂലുള്ളാഹി തങ്ങൾ എത്ര സ്ഥലത്ത് നല്ല വാക്കുകൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ലബീദിനെ സംബന്ധിച്ച്, ലബീദ് നല്ല പാട്ടുകാരനാണ്, ലബീദിന്റെ പാട്ടാണ് സത്യത്തോട് യോജിച്ച പാട്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പുകഴ്ത്തി പറഞ്ഞിട്ടില്ലേ ലബീദിന്റെ കവിയെ പറ്റി? ഇല്ലേ? അതേപോലെ തന്നെ സഈദ് ബിൻ സഈദിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ പുകഴ്ത്തി. ഇവരെല്ലാം ആ കാലഘട്ടത്തിൽ പ്യൂർ മുസ്ലിമീങ്ങളായി ജീവിച്ചവരാണ്. റസൂലുള്ളാഹി തങ്ങൾ വന്നു, ഞാൻ നബിയാന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഷഹാദത്ത് പറഞ്ഞു. കാരണം ഒരു മുസ്ലിമീങ്ങളായി പരമ്പരാഗതമായി ഇബ്രാഹിമി മില്ലത്തനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്ഹദു അന്ന ഇബ്രാഹിം റസൂലുള്ള, അത് മാറി ഇപ്പൊ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി. അത്രയേ ഉള്ളൂ കാര്യം. അവർക്ക് വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അവർ ഇസ്ലാമിലാണ്. അതിന്റെ അർത്ഥം റസൂൽ നബിയും റസൂലായിട്ട് വരുമ്പോൾ മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലേ കൂട്ടർ അതിന്റെ അർത്ഥം. ഇവര് പറയുന്ന എല്ലാം കുഞ്ഞിരാമനും വർഗീസും നാരായണനും ആണെന്നല്ലേ ഇവർ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിൽ അർത്ഥം വെക്കേണ്ടത്. അത് ചരിത്രത്തിനെതിരല്ലേ? ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം അതിനാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഹംസ റളിയല്ലാഹു അൻഹു പാരമ്പര്യ മുസ്ലിമാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. ഹംസ റളിയല്ലാഹു തആല ഒരു പോക്കിരിയാണ് നേരത്തെ, എന്നുവെച്ചാൽ ഇടിക്കിടി വേറെ തെറ്റൊന്നും ഹംസ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടില്ല. ജാറത്തിൽ പോയ ചരിത്രം ഹംസ റളിയല്ലാഹു അൻഹുവിനില്ല. ഇടയാളക്ക് വേണ്ടിയിട്ട് ലാത്തനീസിന്റെ പിന്നാലെ പോയ ചരിത്രം ഹംസക്കില്ല. അതേ സമയത്ത് അള്ളാഹു മാത്രമാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കാൻ ഹംസ തയ്യാറായില്ല. അത് ഹംസന്റെ ജാക്പോട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹംസ ചെറുപ്പക്കാരനാണ്, എന്തിനും ഏതിനും തയ്യാറായിട്ട് നിൽക്കുന്ന ആളാണ്. അമ്പും പില്ലുമാണ് കയ്യിൽ എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹംസ കുഫ്രിലോ ശിർക്കിലോ അടിമുടിഞ്ഞ ആളാകുന്നു എന്നൊരിക്കലും ചരിത്രകാരന്മാർ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളായിരുന്നു ഹംസ. കൃത്യമായി മക്കയിൽ കഅബത്തിൽ ചെന്ന് തവാഫ് ചെയ്യുന്ന ആളായിരുന്നു ഹംസ. നമ്മത് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഇരിക്കവെയല്ലേ അബൂജഹൽ അഷ്റഫുൽ ഖൽക്കിനെ ചീത്ത പറഞ്ഞു എന്ന് കേട്ടപ്പോ ഹംസന്റെ ഉള്ളം പൊള്ളുകയും അബൂജഹലിനെ ചോദ്യം ചെയ്യാൻ പോവുകയും അബൂജഹലിനോട് കൽബുന്ന വഴക്ക് പറയുന്ന കൂട്ടത്തില് നീ അങ്ങനെ മുഹമ്മദിനെ തോന്നിയവാസം പറയാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാനും മുഹമ്മദിന്റെ മതത്തിലാണ്, നീ എന്ന നിന്റെ കോലം പോലെ നമുക്കൊന്ന് നോക്കാം എന്ന് ഹംസ വാശി പിടിക്കുകയും ചെയ്തപ്പോൾ ആ ഒരു വാക്കിൽ ദുഃഖിതനായി ഹംസ എന്താ ചിന്തിച്ചത്? അത് മനസ്സിലാക്കണം. ഹംസ ചിന്തിച്ചത് ഇവിടുത്തെ പാവപ്പെട്ട ഹംസ റളിയല്ലാഹുവിന്റെ അനുയായികളായ ഷീഈ പുരോഹിതന്മാര്, നമ്മുടെ മൗലാനമാര്, ഖത്തീബുമാര്, മുദരിസമാര് അബൂ താലിബിന്റെ അനുയായികളാണ്. സാധാരണക്കാര് ഹംസ റളിയല്ലാഹുവിന്റെ അനുയായികളാണ്. കാരണം ഇവിടുത്തെ മൗലാനമാർക്കൊക്കെ കാര്യം നന്നായിട്ട് അറിയാം, അബൂ താലിബിനെ അറിയുന്നത് പോലെ. ധാനവും മാനവും പണവുമാണ് അവരെ പിടിച്ചു നിർത്തുന്നത്, അബൂ താലിബിനെ പോലെ. അതേസമയം ഹംസ റളിയല്ലാഹു അങ്ങനെ സ്ഥാനം, മാനം, പദവി ഇതൊന്നും ഹംസക്ക് വിഷയമല്ല. ഹംസ 1 2 3 ആളാണ്. അതേപോലെ തന്നെ നമ്മൾ അനുയായികൾ, ഉലമാക്കൾ പറയുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അനുയായികൾ പിടിച്ചു നിൽക്കുന്നത്. അവരെപ്പോഴും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. സാധാരണക്കാര് ഇവിടുത്തെ അബൂ താലിബുമാരായി ചോദിക്കൂല. ഇവിടുത്തെ സാധാരണക്കാരായ ഷിയാക്കൾ, നമ്മുടെ ഷീഈ പള്ളികളിലെ ഓരോ സാധാരണക്കാരൻ കൃത്യമായി നിസ്കരിക്കുന്ന, കൃത്യമായി ഖുർആൻ ഓതുന്ന, കൃത്യമായി ദിക്ർ ചെയ്യുന്ന, കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന, കൃത്യമായി നോമ്പ് നോക്കുന്ന, കൃത്യമായി തറാവീഹ് നിസ്കരിക്കുന്ന പാവപ്പെട്ടവർ അധ്വാനിക്കുകയാണ്. പക്ഷെ അവരെ മനസ്സിൽ എപ്പോഴും ഉള്ളത് അള്ളാഹുവാണ്. അള്ളാഹ് സന്മാർഗത്തിലാക്കണേ, സന്മാർഗത്തിലാക്കണേ അല്ല. കാരണം അവർ വിശ്വസിക്കുന്ന സന്മാർഗം, അവരെ ഉസ്താദുമാര് പറയുന്ന സന്മാർഗമാണ് അവർ വിശ്വസിക്കുന്ന സന്മാർഗം. ആ സന്മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ അവർ പേടിക്കുന്നു. എന്നല്ലാതെ സലഫികളോട് ഒരു ദേഷ്യമോ വെറുപ്പോ ഉള്ളത് കൊണ്ടല്ല അവർ ആ രീതിയിൽ പ്രതികരിക്കുന്നത്. അവര് വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ പാശമാണ്, സലഫികൾ വിശ്വസിക്കുന്നത് അതിനെതിരാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് അവരത് ചെയ്യിപ്പിക്കുന്നത്. അവരെ മൗലാനമാർ അങ്ങനെയല്ല. സ്റ്റേജിൽ കയറിച്ചത് പറയുമെങ്കിൽ രഹസ്യമായ ജീവിത നീക്കങ്ങളൊക്കെ വേറെയാ. അവർക്ക് സലഫികളുമായിട്ട് നല്ല ബന്ധമാണ്, ബിസിനസ് രംഗത്ത് നല്ല ബന്ധമാണ് അവർക്ക്, മറ്റുള്ള കുടുംബരംഗത്ത് നല്ല ബന്ധമാണ് അവർക്ക്. സ്റ്റേജിൽ കയറി മാത്രമേ സലഫികൾ അത് ചീത്ത പറയും. സാധാരണക്കാരൻ അങ്ങനെയല്ല. സാധാരണക്കാരൻ അള്ളാനെ പേടിച്ചിട്ടാണ് സലഫി ആകാത്തത്. അവർ ഹംസ റളിയല്ലാഹുവിന്റെ പാർട്ടിയാണ്. രാത്രി എഴുന്നേറ്റ് ഹംസ റളിയല്ലാഹു അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഏത് അള്ളാഹിനോട്? നമ്മൾ ചോദിക്കുന്നതാ. ഖുറൈശികൾ അള്ളാഹ്ക്ക് പകരം വേറൊരു അള്ളാഹിനെ സമർപ്പിച്ചിട്ട് അവരെയാണ് അള്ളാഹിനെ വിളിക്കല് എന്ന് ഈ ജൂതന്മാര് പ്രസംഗിക്കാറുണ്ട്. കള്ളമല്ലേ അത്? ഖുറൈശികൾ അള്ളാഹു അല്ലാത്ത വേറൊരു അള്ളാഹിനെ വിളിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പേരിൽ വേറൊരു അള്ളാഹ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. റബ്ബുൽ ആലമീനായ അള്ളാഹിനെ തന്നെയാണ് ഖുറൈശികൾ വിശ്വസിച്ചത്. ആ അള്ളാഹിനോട് തന്നെയാണ് അബൂജഹൽ ബദറിലേക്ക് പോകുമ്പോൾ ദുആ ചെയ്തത്. വിശ്വസിക്കാൻ നോക്കുമ്പോ അബൂജഹൽ ദുആ ചെയ്തിട്ടില്ല ബദറിലേക്ക് പോകുമ്പോ? അറിയാലോ, കഅബത്തിന്റെ അടുത്ത് പോയിട്ട് അനുയായികളെയും കൂട്ടിയിട്ട് ബദറിലേക്ക് പോകുമ്പോൾ ദുആ ചെയ്തിട്ടില്ലേ? ഇറയോനെ ഹാദൽ ബൈത്തുടെ നായനെ അല്ലേ ദുആ ചെയ്തില്ലേ? അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബാലയത്തിന്റെ റബ്ബായ അള്ളാഹുവേ, ഞങ്ങൾ 2 പാർട്ടിക്കാർ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഒരു പാർട്ടി ഹക്കിലും ഒരു പാർട്ടി ബാത്തിലുമാണ്.
എൻ്റെ പാർട്ടി ഹക്കിലും മുഹമ്മദിന്റെ പാർട്ടി ബാത്തിലും എന്ന് പറഞ്ഞില്ല. അയാളെ കൊണ്ട് അല്ല പറയിപ്പിച്ചില്ല. അയാൾ പറഞ്ഞത് ഒരു പാർട്ടി ഹക്കിലും വേറൊരു മറ്റേ പാർട്ടി ബാത്തിലുമാണ്. ഹക്കും ബാത്തിലും നന്നായി അറിയുന്നവൻ നീയാണ് അള്ളാഹുവേ. അത് ഏത് അള്ളാഹുവിനോട് പറഞ്ഞതാ? ഇവിടുത്തെ മൊല്ലമാര് പറഞ്ഞത് കള്ളം, അനുയായികളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന കള്ളം. ആ അല്ല വേറെ അല്ലയാ. വേറൊരു പാട്ടുകാരൻ, ബദർ പാട്ടുകാരനായ മൊല്ല പറഞ്ഞത് അത് അള്ളാനെ കളിയാക്കാൻ വേണ്ടി പിന്നെ അബൂജഹൽ പറഞ്ഞതാണ് എന്ന്. നല്ല കളിയാക്കേണ്ട സന്ദർഭ. ബദറിലേക്ക് പോകാൻ വേണ്ടി കഅബാലയത്തിന്റെ ഗില്ല പിടിച്ച് ദുആ ചെയ്യുമ്പോൾ നല്ല കളിയാക്കേണ്ട സന്ദർഭം അപ്പോഴ് ഇല്ല. ഒറിജിനൽ പ്രപഞ്ചത്തിന്റെ റബ്ബായ അള്ളാഹുവിനോടാണ് അബൂജഹൽ ദുആ ചെയ്തത്. ആ ദുആ അള്ളാഹു കബൂലാക്കി. ആ ദുആ അള്ളാഹു കബൂൽ ചെയ്തു. ഹക്കിനെ അള്ളാഹു വിജയിപ്പിച്ചു, ബാത്തിലിനെ അള്ളാഹു തകർത്ത് തരിപ്പണമാക്കി. അതെ, മുഹമ്മദ് മുസ്തഫാന്റെ തൗഹീദിനെ അള്ളാഹു വിജയിപ്പിച്ചു, അബൂജഹലിന്റെ ശിർക്കിനെ അള്ളാഹു തആല തകർത്ത് തരിപ്പണമാക്കി. ഇതല്ലേ ചരിത്രം. ഹംസ റളിയല്ലാഹു അൻഹു രാത്രി ദുആ ചെയ്തത് അല്ലാഹുവിനോട്, യാ അല്ലാഹ് ഇൻ കുന്തു ഖുൽതുഹു മാ ഖുൽതുഹു റുഷ്ദാ, ഞാൻ മുഹമ്മദിന്റെ ദീനിലാണെന്ന് പറഞ്ഞു പോയി. അല്ലാഹുവേ, നിനക്ക് ഇഷ്ടപ്പെട്ട ദീൻ ഔലിയാക്കളെ ദീനാണല്ലോ, നമ്മൾ ഉസ്താദുമാർ അതാണല്ലോ പറഞ്ഞു തന്നിരിക്കുന്നത്. മുഹമ്മദിന്റെ ദീനിലാണ് ഞാൻ എന്ന അബൂജഹലോട് ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ്. അല്ലാഹുവേ, മുഹമ്മദിന്റെ ദീനാണ് ഹക്കായ ദീനെങ്കിൽ അല്ലെങ്കിൽ എന്നെ നീ സത്യപ്പെടുത്ത അല്ലാഹുവേ. ആ സത്യത്തിൽ ഉൾക്കൊള്ളാൻ എനിക്ക് തൗഫീഖ് താ അല്ലാഹുവേ. മറിച്ച് ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയെങ്കിൽ മുഹമ്മദിന്റെ ദീൻ ബാത്തിലും ഉപ്പുപ്പ പഠിപ്പിച്ചെന്ന ദീനാണ് ഹക്ക്, ആ ഹക്കിൽ നിന്ന് മുഹമ്മദിന്റെ ബാത്തിലേക്ക് പോകുമെന്നാണ് ഞാൻ പറഞ്ഞു പോയതെങ്കിൽ എനിക്ക് മാപ്പാക്കി തരണം, എന്നെ നീ സത്യത്തിൽ നിലനിർത്തുകയും ചെയ്യണം. ഇതല്ലേ ഹംസ ദുആ ചെയ്തത്? വിശദിക്കാൻ നോക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഏതല്ലാനോടാണ് ഹംസ അല്ലാഹു ഈ ദുആ ചെയ്തത്? ഇവർ പറയുന്ന ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലാനോടോ? ധൈര്യമുണ്ടോ പറയാൻ? ഹംസ റളിയല്ലാഹുവിന്റെ ഖുറൈശികളും ഡ്യൂപ്ലിക്കേറ്റ് അല്ലാനെ കൊണ്ട് നടക്കുന്നവരാണോ? ഇവിടുത്തെ ഷിയാക്കളെക്കാൾ സുന്ദരമായി അള്ളാഹു വിശ്വസിക്കുന്നവരല്ലേ ഖുറൈശികൾ, അബൂജഹലടക്കം? ഇവിടുത്തെ ഷീഈ മൊല്ലമാരെക്കാൾ അള്ളാഹിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നവരല്ലേ അന്നത്തെ ഖുറൈശി നേതാക്കന്മാർ മുഴുവനും? അതല്ലേ ചരിത്രത്തിന്റെ സാക്ഷിത്വം അല്ലേ? ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു തന്നെ പറയട്ടെ. ബാക്കി നേരം വെളുക്കുന്നവരെ ഉറക്കം വന്നില്ല. രാവിലെ എഴുന്നേറ്റ് ഞാൻ നേരെ മുഹമ്മദിന്റെ അടുക്കലേക്ക് പോയി. അതെ, അന്ന് മുഹമ്മദ് നബിന്റെ സെലഫി സെന്റർ ദാറുൽ അർക്കമാണ്, ഇസ്ലാമിക് സെന്റർ ദാറുൻ നദുവയും. അറിയാലോ, മനസ്സിലാക്കാനാ പറഞ്ഞിരുന്നു. ഒന്ന് സെലഫി സെന്റർ ഉണ്ടോ, തെളിവുണ്ടോ, ബുഖാരിയിലുണ്ടോ, മുസ്ലിം ഉണ്ടോ എന്ന് ചോദിക്കണ്ട. നിങ്ങൾക്ക് തിരിയാ, എന്നാലേ നിങ്ങൾക്ക് എന്നിട്ടും തിരിയുന്നില്ല. പിന്നെയാണോ കാര്യം? അന്നത്തെ ഇസ്ലാമിക് സെന്റർ അല്ലെങ്കിൽ സുന്നി സെന്റർ ദാറുൻ നദുവ, അതിന്റെ ചെയർമാൻ അബൂജഹൽ. അടുത്ത സെലഫി സെന്റർ ദാറുൽ അർക്കം, അതിന്റെ ചെയർമാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചരിത്രം പഠിച്ചോളി. ദാറുൽ അർക്കമിനെ പറ്റിയും ദാറുൽ നദുവയെ പറ്റി പഠിച്ചോളി. ചരിത്ര പുസ്തകം നിങ്ങൾ കയ്യിലില്ലേ? ഞാൻ തന്നെ പറഞ്ഞു തരണോ? ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ദാറുൽ അർക്കം. അർക്കം ഇബ്നു അർബി അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീടാണത്. അത് അബൂജഹലിന്റെ കുടുംബക്കാരനായ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ആളാണ് അർക്കം. 20ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ച ആളാണ്. എന്നിട്ട് സഫാ മലന്റെ അടുത്തുള്ള അർക്കമിന്റെ വലിയ വീട് ഓഫീസായിട്ട് തുറന്നു കൊടുത്തതാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി. അന്ന് ഇസ്ലാമിനെ പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാവരും നിബിധങ്ങളിങ്ങനെ ഒളിച്ചു കൂടുകയാണ്. ഇവിടുത്തെ ഷിയാക്കൾ പറഞ്ഞ കള്ളത്തരമല്ലേ അത്? അശഫുല്ലൊക്കെ ആരും കാണാണ്ട് അർക്കമിന്റെ വീട്ടിൽ ഇങ്ങനെ ഒളിച്ചു കൂടുകയാണ്. രാത്രി എങ്ങാനും മൂത്രയിക്കാൻ പുറത്തിറങ്ങുമെന്ന് തോന്നി ഇവരെ വർത്താനം കേട്ടാൽ. ഇല്ല കൂട്ടരെ, ഇല്ല. ദാറുൽ അർക്കം അഷ്റഫുൽ ഖൽക്കിന്റെ ഓഫീസാണ്. ഇസ്ലാമിന്റെ തൗഹീദി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അവിടെയാണ്. ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ആ ഓഫീസിലേക്കാണ് പോകാറ്. അവിടത്തേക്കാണ് ഹംസ റളിയല്ലാഹു അൻഹു പോയത്. അവിടത്തേക്കാണ്. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള വാക്കുകളല്ലേ ഇത്? ദാറുൽ അർക്കം, ദാറുൻ നദുവ എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരും ചരിത്രം പറയുന്നവരല്ലേ. പഠിക്കരുതോ? എന്താണ് ദാറുൽ അർക്കം, ദാറുൻ നദുവ എന്നത്? ദാറുൽ അർക്കം ചരിത്രം സൃഷ്ടിച്ച ഇസ്ലാമിന്റെ ആരംഭകാലത്തുള്ള ഓഫീസല്ലേ അത്? അവിടെയല്ലേ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഖുർആൻ പഠിക്കല്, നബിതങ്ങളെ ഹദീസ് പഠിക്കല്, ഖുർആൻ ക്ലാസ്, ഹദീസ് ക്ലാസ് ഒക്കെ ദാറുൽ അർക്കമല്ലേ നടന്നുകൊണ്ടിരുന്നത്. ഹംസ റളിയല്ലാഹു അൻഹു നേരെ പോയത് അവിടത്തേക്കാ. എന്നിട്ട് വാതിൽ ഞാൻ ഹംസയാണെന്ന് പറഞ്ഞപ്പം മൂത്താപ്പ വന്നപ്പോ ഭയങ്കര സന്തോഷം ഹബീബ മുത്തിന്. കാരണം അന്ന് മുതലേ ആഗ്രഹിക്കുന്ന വിഷയമാണ്. വഹി കിട്ടിയ മുതലാലം മുതലേ ആഗ്രഹിക്കുന്നത് ഹംസ എന്റെ ഒന്നിച്ചുണ്ടെങ്കിൽ. കാരണം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അവരുടെ ചരിത്രം. വാതിൽ മുട്ടി കയറി അടുത്തു പോയിരുന്നു മുഹമ്മദ്. എനിക്കൊരു സമാധാനം താ മുഹമ്മദ്, ഞാൻ ആകെ അസ്വസ്ഥന. ഞാൻ ഇന്നലെ ഇങ്ങനെ സംഭവിച്ചു, നീ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു പോയി. ഞാൻ എൻ്റെ ഉപ്പപ്പമാർ പഠിപ്പിച്ച ആ ദീൻ, അതായത് ഔലിയാക്കളെ
തവസ്സുൽ ചെയ്യാനും ഇസ്തിഗാസ ചെയ്യാനും പഠിപ്പിച്ച ദീൻ, എന്നാലേ അള്ളാഹ് തരുള്ളൂ എന്ന് പഠിപ്പിച്ച ദീൻ. അതിനേക്കാൾ നല്ലത് നിന്റെ ദീനാണെന്ന് ഞാൻ പറഞ്ഞുപോയി, വാശിക്ക് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ അസ്വസ്ഥനാണ്. അഷ്റഫുൽ ഖൽക്ക് എത്ര സുന്ദരമായിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്ത ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പുറകം തടി കൊണ്ട് ദഅവത്ത് ചെയ്ത് കൊടുത്തു. പേടിക്കണ്ട, വിഷമിക്കണ്ട, പാരമ്പര്യ ദീൻ നരകത്തിലേക്കാണ്, അള്ളാഹുവിൻ്റെ ദീൻ സ്വർഗത്തിലേക്കാണ്. ഞാൻ നിങ്ങളെ ആഖിറത്തിൽ വിജയിക്കാനാണ് ക്ഷണിക്കുന്നത്, യാതൊരു വിഷമവും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹംസാന്റെ ഹൃദയത്തിന് ഇൻഷിറാഹ് നൽകി. ഖുർആൻ അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബി. ഏതൊരുത്തന്റെ കൽബിനെ അള്ളാഹു തആല തുറന്നു കൊടുത്തോ അവൻ അള്ളാഹുവിന്റെ പ്രകാശത്തുമായിട്ട് കണക്ഷൻ കിട്ടിയതാണ്. ദീനുൽ ഇസ്ലാം അഫമൻ ശറഹല്ലാഹു സദ്റഹു, ഏതൊരുത്തന്റെ കൽബിനെ അള്ളാഹ് തുറന്നു കൊടുത്തോ ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഇതാണ് ഇസ്ലാം. അതിനു വേണ്ടി അള്ളാഹ് ഏതൊരുത്തന്റെ കൽബ് തുറന്നു കൊടുത്തോ ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബി, അവൻ അള്ളാഹുവിന്റെ പ്രകാശവുമായി കണക്ഷൻ കിട്ടിയവനാണ്. ഖുർആൻ അല്ലേ? അതേസമയത്ത് ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര പറഞ്ഞാലും പുറത്തിറങ്ങുമ്പോൾ തന്നെ സംശയം പിന്നെയും വരുന്നുണ്ട്, കൽബ് തുറന്നു കിട്ടുന്നില്ല. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും, ഏതൊരുത്തരുടെ ഹൃദയത്തെ അല്ലാഹു തആല പൂട്ടി പാസാക്കി കളഞ്ഞുവോ, നശിപ്പിച്ചു കളഞ്ഞുവോ, ഒരിക്കലും തുറക്കാതെ ബന്ധിപ്പിച്ചു കളഞ്ഞുവോ, അവന് സകല നാശവും. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ. ഹംസ റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽക്കിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇനി അങ്ങോട്ട് എനിക്ക് അല്ലാഹ് മാത്രമേ ഉള്ളൂ മുഹമ്മദ്, അല്ലാത്ത വേറൊരാളെയും ഞാൻ പരിഗണിക്കുകയില്ല. അശ്ഹദു, ഇന്നു മുതൽ അങ്ങോട്ട് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. വഅശ്ഹദു അന്നക മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഓ മുഹമ്മദ്, നീ ഇതുവരെ ഒരു മുഹമ്മദ് മാത്രമാണ് എനിക്ക്, ഇന്നു മുതൽ നീ അല്ലാഹുവിന്റെ റസൂലാണ്, നീ അല്ലാഹുവിന്റെ റസൂലാണ് എന്നത് ഇന്നു മുതൽ ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാഹു അക്ബർ. അഷ്റഫുൽ ഖൽക്ക് തക്ബീർ പറഞ്ഞ് ഹംസാനെ ആലിംഗനം ചെയ്തു, അടുത്ത് വിളിച്ചിരുത്തി. ദാറുൽ അർഖമിലെ ഒരു പുതിയ മെമ്പർ. ഭയങ്കര സന്തോഷം ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക്. അല്ലാഹുവിന്റെ റസൂലിനും രണ്ടാമത് വരുന്നത് പിന്നെ ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ്. ഏത് മതത്തിൽ നിന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹുവേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏതാണ്ട് ഹിജ്റയുടെ നുബുവത്തിന്റെ 6-ാം കൊല്ലം, 6-7 അടിയിൽ കൊല്ലം ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. ഒട്ടും താമസിച്ചില്ല, 3-4 ദിവസം ഒരു സംഘം അബ്സീനിയയിലുണ്ട്. അവരവിടെ മനമുരുകി ദുആ ചെയ്യുകയാണ്, ഏ അല്ലാഹ്, ഞങ്ങൾ എന്നാണ് നീ മക്കത്തെത്തിക്കുക, എന്നാണ് ഞങ്ങൾ ഹബീബിനെ കാണുക, എന്നാണ് ഹബീബിൻ്റെ മജ്ലിസിൽ പോയി ഇരിക്കാൻ കഴിയുക, ഞങ്ങൾ കുറച്ച് കാലമായല്ലോ അല്ലാഹു ഇവിടെ ഇങ്ങനെ കഴിയുന്നു, വഴി തുറന്നതാ അല്ലാഹ്, വഴി തുറന്നതാ അല്ലാഹ്. ആര് ദുആ ചെയ്യുന്നു? അബ്സീനിയയിൽ ജീവിക്കുന്ന സഹാബാക്കൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലാക്കണം, നാം ദുആ കൊണ്ട് മാത്രമേ അല്ലാഹു തആല വാതിൽ തുറക്കുള്ളൂ കൂട്ടരെ, അസ്ബാബുകളെ കൊണ്ട് തുറക്കൂല. ആദർശത്തിന്റെ വാതിൽ തുറക്കാൻ അസ്ബാബുകൾ പറ്റൂല, അമാലുകളെ പറ്റുള്ളൂ. അസ്ബാബുകളെ കൊണ്ട്, അധികാരം കൊണ്ടും പണം കൊണ്ടും ആദർശത്തിന്റെ വാതിൽ തുറക്കാൻ പറ്റുകയില്ല. അധികാരം കൊണ്ടും പണം കൊണ്ടും ആവശ്യങ്ങളുടെ വാതിൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ആദർശത്തിന്റെ വാതിൽ അത് പണം കൊണ്ടും അധികാരം കൊണ്ടും നടത്താൻ പറ്റുമെന്ന് ചിലർ വിശ്വസിച്ചു പോയി. അധികാരവും പണവും തീരലോടുകൂടെ ആദർശവും തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആയുധമൽ ഈമാനു വൽ അഅമാൽ, അതാണ് അബ്സീനിയയിൽ വെച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ, 80ഓളം വരുന്ന മുസ്ലിമീങ്ങൾ, ആണും പെണ്ണും ഒരു കൂട്ടത്തിലുണ്ട്. അവരവിടെ സന്തോഷത്തോടെ ജീവിക്കണം. ആവശ്യങ്ങൾക്ക് ഒരു മുട്ടും അവർക്കില്ല.
നജാഷി രാജാവ് ഒരു തടസ്സം അവർക്ക് നിന്നിട്ടില്ല. എല്ലാ സൗകര്യവും, രാജകീയ പദവിയിൽ അവർ അവിടെ ജീവിക്കുന്നത്, രാജാവിന്റെ ഗസ്റ്റായിട്ടാണ് ജീവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിറകെ സംസാരിക്കാം. ഞാൻ ഒക്കെ പറഞ്ഞു വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ന് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചിട്ട് കേരളത്തിൽ, 2 വിഭാഗമാണ്. ഒന്ന് സലഫികളും മറ്റേത് ഷിയാക്കളും. വേറെ മൂന്നാമത്തെ ഒരു വിഭാഗമില്ല. ഓരോ വിഭാഗത്തിലും ഉപവിഭാഗങ്ങൾ, പേരക്കുട്ടികളും അവരെ മക്കളൊക്കെ കുറെ ആയിട്ടുണ്ടാവും. അതേപ്പറ്റി ഒന്നല്ല നമ്മുടെ ചർച്ച. നമ്മൾ സംഘടനാപരമായി പെറ്റുപെരുകുന്ന പേരക്കുട്ടികളെ പറ്റിയൊന്നുമല്ല നമ്മൾ ചർച്ച. നമ്മളെ ചർച്ച സലഫിയത്തിനെ പറ്റിയും ഷീഇയത്തിനെ പറ്റിയും ആണ്. ഇന്ന് ലോകത്ത് നിലവിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമയിൽ അധിഷ്ഠിതമായ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാം ഇന്ന് 2 പാർട്ടാണ്, എല്ലാ കാലഘട്ടത്തിലും ഉള്ളതുപോലെ. ആ ഒരു പാർട്ട് സലഫിയത്തിലാണ്. എന്താണ് സലഫിയത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വഅസ്ഹാബു റസൂലില്ലാഹ്. അല്ലാഹ് എന്തു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞു, സഹാബാക്കൾ അതിൽ നിന്ന് എന്തു മനസ്സിലാക്കി, ഇതാണ് സലഫിയത്ത്. അപ്പുറത്ത് ഷിഈയത്ത്. എന്താണ് അവര്? മൗലാനമാരെന്തു പറഞ്ഞു, ഷെയ്ഖുനമാരെന്തു പറഞ്ഞു, ഉസ്താദ് എന്തു പറഞ്ഞു, തങ്ങൾ എന്തു പറഞ്ഞു, അള്ളി എന്തു പറഞ്ഞു, റസൂൽ, അത് നമുക്ക് കേൾക്കണ്ട. നമ്മളെ ഉസ്താദ് എന്ത് പറഞ്ഞാലും അത് അള്ളാഹ് പറഞ്ഞതാണ്, നമ്മുടെ ഷെയ്ഖുന എന്ത് പറഞ്ഞാലും അത് അള്ളാഹ് പറഞ്ഞതാണ് എന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഷിഈയത്ത്. ഈ 2 സംഘങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ നിലനിൽക്കുന്നത്. മറ്റുള്ളത് മറ്റ് മതക്കാരാണ്. മറ്റ് മതക്കാരെ പറ്റി ഇവിടെ ചർച്ചയില്ല. ഇവിടെ ഇസ്ലാമിനെ പറ്റിയാണ് ചർച്ച. ഇസ്ലാമിന്റെ 2 വിഭാഗം. ഒരു വിഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുക്കുകയും ജാറങ്ങളെ കൊണ്ട് ഷഹാദത്തിനെ ബാത്തിലാക്കുകയും ചെയ്തവർ, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുക്കുകയും സൂഫി തരീഖത്തുകളെ കൊണ്ടും മറ്റും ആ ഷഹാദത്ത് ബാത്തിലാക്കുകയും ചെയ്തവർ, ഇവരെയാണ് നാം ഷിയാക്കൾ എന്ന് പറയുന്നത്. മറ്റേ വിഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ കൊടുക്കുന്നു, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറച്ചു നിൽക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദ കൊടുക്കുന്നു, ആ റിസാലത്തിൽ ഉറച്ചു നിൽക്കുന്നു. അവരെയാണ് നാം സലഫികൾ എന്ന് പറയുന്നത്. ഈ 2 സമൂഹങ്ങൾ തമ്മിലാണ് ഇവിടെ ഏറ്റവും വലിയ ആദർശ തർക്കം. ഹിന്ദുക്കളുമായോ ക്രിസ്ത്യാനികളുമായോ ജൂതന്മാരുമായോ കമ്മ്യൂണിസ്റ്റുകളും, അതൊക്കെ ഉപചർച്ചകൾ മാത്രമാണ്. അതൊക്കെ പ്രാദേശിക പുഴുക്കൾ മാത്രമാണ്. ഇവിടെ അടിസ്ഥാന പുഴുക്കളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഷിയാക്കളെ സംബന്ധിച്ച് ഇതിൽ നിന്നാണ് മുസ്ലിം ഉമ്മത്തിന് മോചനം കിട്ടേണ്ടത്. ഷിഈയത്തിൽ നിന്ന് സലഫിയത്തിലേക്ക്. അതെ, ഷിഈയത്തിൽ നിന്ന് സലഫിയത്തിലേക്ക് വന്നു ഹംസ റളിയല്ലാഹു അൻഹു, ഷിഈയത്തിൽ നിന്ന് സലഫിയത്തിലേക്ക് വന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഷിഈയത്തിൽ നിന്ന് സലഫിയത്തിലേക്ക് വന്നു ഉമർ റളിയല്ലാഹു അൻഹു, ഷിഈയത്തിൽ നിന്ന് സലഫിയത്തിലേക്ക് വന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ചോദിക്കാൻ മുട്ടുന്നുണ്ടാവും, അന്ന് ഷിയത്തുണ്ടോ അന്ന് സലഫിയത്തുണ്ടോ എന്ന് ചോദിക്കാം. അതായത് ഞാൻ പറയും, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാക്ക് ഉപയോഗിച്ച് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇന്ന് ഉപയോഗിക്കുന്ന വാക്ക് മറിച്ചിട്ടില്ലേ അന്നത്തെ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കി തഖരീബുൽ മഅന, ഒരു ഉലമാക്കൾ പറയുന്നൊരു ഭാഷയുണ്ട്, തഖരീബുൽ മഅന. അതിന്റെ മഅന മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അൽഫാദുകൾ, അതിന്റെ യാഥാർത്ഥ്യമായ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി വാക്കുകൾ ഉപയോഗിക്കണം, അതിനു വേണ്ടി മാത്രം. ഉമർ റളിയല്ലാഹു തആല അൻഹു ദീനുൽ ഇസ്ലാമിലേക്ക് വന്ന സംഭവം എന്താ? ആദ്യം ഉമറിനെ പറ്റി പഠിക്കാം. ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂജഹലിനെ പോലെ ധിക്കാരിയായിരുന്നോ? വല്ലാഹി ധിക്കാരിയായിരുന്നില്ല. നല്ല ബുദ്ധി സാമർഥ്യവും നല്ല അറബി ഭാഷയിൽ കഴിവും ആ കാലഘട്ടത്തിലെ നല്ല പണ്ഡിറ്റുമായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. ആ ഉമർ റളിയല്ലാഹു അൻഹു ക്രൂരനാണ്, വട്ടനാണെന്ന് വ്യക്തിത്വത്തെ ഇറാനിയൻ ഷിയാക്കൾ തയ്യാറാവാറുണ്ട്. അവർ ഉമർ റളിയല്ലാഹു അൻഹു കാഫിറാണെന്നും നരകത്തിലാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇറാനിയൻ ഷിയാക്കൾ ഇപ്പോഴും. ആ ഷിഈയത്തിന്റെ രാഷ്ട്രീയ വിങ് കേരളത്തിലുണ്ട്. അവിടെ പൊളിറ്റിക്കൽ വാറുകാര്, അവരും ഉമർ റളിയല്ലാഹു അൻഹു ഭംഗിയായി നരകത്തിലാണെന്ന് വിശ്വസിക്കുന്നവരാ. അത് വേറെ ചർച്ച. 2 ചർച്ചയാണ്, സലഫിയത്തിന്റെ ആദർശപരമായ ചർച്ച, രാഷ്ട്രീയപരമായ ചർച്ച. അസ്ലുൽ ബന്ന ഇഖ്വാൻ മുസ്ലിമൂൻ ഉണ്ടാക്കി, അതിന്റെ തുടർച്ചയിൽ മൗദൂദി ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കി, ഇറാനിയൻ ഷിഈയത്തിന് രാഷ്ട്രീയമായ സകല സപ്പോർട്ടും ചെയ്തു കൊടുത്തു. അവരാണ് പൊളിറ്റിക്കൽ ജിഹാദിന്റെ പേരിൽ അറിയപ്പെടുന്നവർ. അവർ ഷിഈയത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും അവർ പ്യൂർ കേരള മോഡൽ, ഈജിപ്ത് മോഡൽ ഷിയാക്കളാണ്. അവർ ഷിഈയത്തിനെ വളർത്താനുള്ള പൊളിറ്റിക്കൽ വാറുകാരാണ്. അവർക്ക് രാഷ്ട്രീയം ജനാധിപത്യമോ മതേതരത്വമോ അല്ല, ഷിഈയത്താണ്. അഹ്ലുസുന്നയെ കൊന്നൊടുക്കി ഷിഈയത്തിന്റെ ലോകമാക്കി മാറ്റുക, അത് അവരുടെ പ്രതിജ്ഞയാണ്. അത് ആയത്തുള്ള ഖുമൈനി ഷിഈ വിപ്ലവം ഇറാനിൽ അരങ്ങേറിയപ്പോൾ പ്രവചിച്ചിട്ടും പ്രഖ്യാപിച്ചിട്ടുമുണ്ട്.
ആ പ്രഖ്യാപനം തുടരുന്നും ഉണ്ട്. ഇന്നും അവരുടെ നേതൃത്വത്തിൽ ജൂതന്മാരടക്കം കൊന്നൊടുക്കുന്നത് സലഫുകളെയാണ്, മോമിനീങ്ങളെയാണ്. എന്തിന്? മോമിനീങ്ങളെ എണ്ണം കുറച്ച് ഷിയാക്കളെ എണ്ണം കൂട്ടി ലോകം ഷീയത്തിൻ്റെതാക്കി തീർക്കാൻ ഇത് അവരുടെ അജണ്ടയാണ്. ഇത് തിരിച്ചറിയാൻ ഇപ്പോഴും കേരള സലഫികൾക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളത് അവരുടെ വിവരക്കേട് മാത്രമായിട്ടേ ഞാൻ പറയുന്നുള്ളൂ. ഇനിയും പഠിക്കണം എന്ന്, ഒരുപാട് പഠിക്കണം. മാഷാ അല്ലാഹ് അടുത്ത കാലത്തായി ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം ആ പഠനത്തിന് ഹേതുവായിട്ടുണ്ട്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു വളരെ ചിന്തിക്കുന്ന ആളും ഗൗരവത്തോടെ കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളും, അങ്ങനെ അബൂജഹലിനെ പോലെ വെറും ഒരു കുടുംബ പാരമ്പര്യത്തിന് മാത്രമോ അല്ലെങ്കിൽ അസൂയ കൊണ്ട് മാത്രമോ ഒന്നിനെയും എതിർക്കുന്ന ആളുമായിരുന്നില്ല ഖത്താബിന്റെ മകൻ ഉമർ. ഈ ഖത്താബിന്റെ മകൻ ഉമർ തന്നെ പറയട്ടെ, ഒരു ദിവസം ഞാൻ മദ്യപിക്കാനായി കൂട്ടുകാരടുത്തേക്ക് പോയി. അവർ മദ്യപിക്കുന്നവരായിരുന്നു. ആണ്, എല്ലാവരും മദ്യപിക്കുന്നവരാണ്. അലി അല്ലാഹു തആല അന്നു മദ്യപിച്ച് നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോഴല്ലേ എന്നുള്ള ആയത്തിറങ്ങിയത്. മദ്യപിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരാൻ പാടില്ലായിരുന്നു. അപ്പം മദ്യപിച്ച് നിസ്കരിക്കുമ്പോൾ അവരെ നിർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ പൂർണ്ണമായി നിർത്തി. പിന്നെ അല്ലാഹു തആല പറഞ്ഞു ഫഹൽ മുൻതഹു, 100% നിർത്തിയേ പറ്റൂ. അതാണ് ഈ ഘട്ടം ഘട്ടമായി മദ്യപാനം നിർത്തി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ നിങ്ങൾ? അതാണ് അതിന്റെ കാര്യം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മദ്യപിക്കാനായി ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ക്ലബിലേക്ക് പോയി. ആരും ഞാൻ അവിടെ കണ്ടില്ല. എനിക്ക് നിരാശയായി. മദ്യം വിൽക്കുന്ന കടയിലേക്ക് പോയി. കട പൂട്ടിയിരിക്കുന്നു. ഞാൻ ഒറ്റക്ക്. ഞാൻ അതെല്ലാം നിർത്തി ഞാൻ നേരെ കഅബയിലേക്ക് പോയി തവാഫ് ചെയ്യാൻ. ഖുറൈശികൾ രണ്ടും ചെയ്യുന്നവരാണ്. ഇന്നത്തെ പലരെയും പോലെ. അവിടെ ഞാൻ വേറെ തിരിച്ചു പറയുന്നില്ല. സലഫിയുടെ കൂട്ടത്തിലും അങ്ങനത്തെ ഉണ്ടോ എനിക്കറിയില്ല. അങ്ങനെ പിന്നെ മാഷാ അല്ലാഹ് എന്നുള്ള കാറ്, സ്റ്റിക്കർ ഒട്ടിച്ച കാറ്, ആ കാറ് പിന്നെ ബാർ അറ്റാച്ച്ഡ് ഹോട്ടലിന്റെ മുമ്പിലാണ് നിർത്തിയിട്ടുണ്ടാകുക. എന്നാൽ എനിക്ക് അത് മറച്ചിട്ടൊന്നും ആ ഹോട്ടലിന്റെ മുമ്പിൽ നിർത്തിയാൽ പോരെ. ഈ തലശ്ശേരി ഭാഗത്തൊക്കെ പോയാൽ കാണാം, ബാർ അറ്റാച്ച്ഡ് ഹോട്ടലിന്റെ മുമ്പിൽ മാഷാ അല്ലാഹ് കാറ് നിർത്തിയിട്ടുണ്ടാകും. നല്ല വെളുത്ത തുണിയും കുപ്പായിട്ട് ഇറങ്ങി വരുന്ന കാണാം. ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് അന്നത്തെ ഖുറൈശികൾ. ഇന്നും കാണുന്നത്. അത് ഏതെല്ലാം വിഭാഗത്തിലാണെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അതിനിപ്പം ഈ പറയപ്പെട്ട സെൽഫിയത്തിൽ തന്നെ ഉണ്ടോന്ന് ആർക്കറിഞ്ഞ അല്ലാഹു അലം ബിസ്സവാബ്. മെമ്പർഷിപ്പും കൊണ്ട് മാത്രം നടക്കുകയാണല്ലോ, ബാക്കിയുള്ള പുരോഗതിയൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു സ്കാൻ ചെയ്യുന്ന ജോലി നമുക്കില്ല. ഏതായാലും ഖത്താബിന്റെ മകൻ ഉമർ രണ്ടും ചെയ്യുന്ന ആളാണ്. മദ്യപിക്കാറുണ്ട്, ചൂതാട്ടം നടത്താറുണ്ട്, ലോട്ടറി ടിക്കറ്റ് എടുക്കാറുണ്ട്, നമ്മൾ നടത്താറുണ്ട്. 2 കടകളാണ് സുബഹിക്ക് തുറക്കുക. പള്ളിൻ്റെ അടുത്ത് 2 കടകളാണ് സുബഹിക്ക് തുറക്കുക. ഒന്ന് ചായക്കട, ഏത് പള്ളിൻ്റെ അടുത്ത് പോയാലും ഒരു ചായക്കട ഉണ്ടാവും. രാവിലെ സുബഹിക്ക് ചവട കുടിക്കാൻ. പിന്നെ ഒന്ന് ലോട്ടറി കട, ബർക്കത്തോടുകൂടി എടുക്കാൻ. കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് പോയി നോക്കി, എല്ലാ പള്ളികളുടെ മുമ്പിലും 2 പെട്ടിക്കട ഉണ്ടാവും. ഒന്ന് ചായക്കും ഒന്ന് ലോട്ടറിക്കും. ലോട്ടറി ടിക്കറ്റുകാരൻ രാവിലെ തുറക്കും, 10 മണിയാകുമ്പോൾ പൂട്ടുകയും ചെയ്യും. കാരണം അത് ആവശ്യം. സുബഹി ബർക്കത്തോടു കൂടി വന്നിട്ട് തലയിൽ തൊപ്പയിലിട്ടിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു ലോട്ടറി. അതന്നുണ്ട്. ഇവരും പൂർവികന്മാരൊക്കെ അന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു സലഫിയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെയായിരുന്നു. അങ്ങനെ ഇനി ഏതായാലും തവാഫ് ചെയ്യാൻ വേണ്ടി പോകാം. ഉമർ റളിയല്ലാഹു തആല അൻഹു കഅബാലയത്തിലേക്ക് നീങ്ങി തവാഫിന് വേണ്ടിയിട്ട്. തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇതാണ് വൈകുന്നേരമാണ് സംഭവം. രാത്രി ആയി, ഇരുട്ടായി. നല്ല ഈണത്തിൽ ഒരു ശബ്ദം കേൾക്കുന്നു. കഅബത്തിന്റെ കില്ലയുടെ ഒരു ഭാഗത്ത് ഒളിഞ്ഞിരുന്നിട്ട് എന്താണെന്ന് ശ്രദ്ധിച്ചു ഉമർ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയിട്ട് നിസ്കരിക്കുകയായിരുന്നു കഅബാലയത്തിന്റെ ഒരു മറവിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിറാഅത്ത് ആദ്യമായിട്ടാണ് ഉമർ കേൾക്കുന്നത്. ഉമർ അതിന് നിൽക്കില്ല. അവനവൻ വിശ്വസിക്കുന്നതുമായിട്ട് മുന്നോട്ട് പോവുക. മറ്റുള്ളവരെന്താ ചെയ്യുന്നതെന്ന് ഉമറിന് അറിയണ്ട. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അസ്ഹബുൽക്കിന്റെ മജ്ലിസിൽ പോകാനോ പരിശോധിക്കാനോ ഉത്തുബയും ഷൈബയും ചെയ്ത പോലെ എന്താ പറയും നോക്കാനൊന്നും ഒളിഞ്ഞു പോകാറില്ല. അന്ന് യാദൃച്ഛികമായിട്ടാണ് ആ ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ മുഹമ്മദാണ്. എന്താ ചെയ്ത് നോക്കുമ്പോൾ മുഹമ്മദ് നിസ്കരിക്കുക. നിസ്കാരം അവർക്ക് പരിചയമുണ്ട്. ആ നിസ്കാരത്തിൽ അഷ്റഫുൽ ഖൽക്കായ മുത്തായ പൂവായ റസൂലുള്ളാഹി ഓതിക്കൊണ്ടിരിക്കുന്നത് അൽ ഹാഖത്തു മൽ ഹാഖ എന്ന സൂറത്താണ്. ഇൻഷാ അല്ലാഹ് പിന്നെ എന്ത് സംഭവിച്ചു നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. കാര്യങ്ങൾ കാര്യബോധത്തോടെ തിരിച്ചറിയാനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇസ്തിഖാമത്ത് മരിക്കുന്നത് വരെ ലൈവായി നിൽക്കാനും എന്താണോ വേണ്ടത്
അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അല റസൂലിൽ മുസ്തഫ വറസൂലിൽ മുർത്തള വഖാല മിൻ ഖായിൽ ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. اللهم ارض عن أشرف خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عن كل واحدهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين وعن سائر الصحابة والقرابة كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم.